ഗീത പറഞ്ഞിട്ടില്ലേ എല്ലാവരും? ഹരിയോ. നമ്മളിപ്പോൾ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് നമ്മളിപ്പോൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലി സമർപ്പിച്ചു. അപ്പോൾ ഇതേ ദിവസം തന്നെയാണ് ഗീതാദിനം ആചരിക്കുന്നത്. അതായത് നമ്മളിവിടെ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. നമ്മൾ പണ്ട് ഗീതാ ക്ലാസ് നടത്തിയപ്പോൾ ഉണ്ടാക്കിയ ഫോട്ടോ ആണ്. അന്ന് ഗീതാ ക്ലാസ് തുടർന്ന് പോയി 18 അധ്യായം വായിച്ചു അല്ലെ. ഒരു മാസമായിട്ട് 18 അധ്യായങ്ങൾ വായിച്ചു. പിന്നെ തുടർന്നില്ല. അന്നൊരു സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു നമ്മൾ തുടങ്ങിയത്. എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ചൊല്ലിയിട്ട് നമ്മൾ 18 അധ്യായങ്ങൾ മുഴുമിപ്പിച്ചിരുന്നു. പിന്നെ അത് തുടർന്നില്ല. അപ്പോൾ ആ ഗീത നടന്ന ആ യുദ്ധകളത്തില് വെച്ച് അർജുനന് ഗീത ഉപദേശിച്ച ആ സന്ദർഭത്തിലെ ഫോട്ടോയാണത്. അപ്പോ ആ ഗീത ഉപദേശിച്ച ദിവസം കൂടിയാണെന്ന് ഏകാദശി ദിവസം. അപ്പൊ അതിന് എന്തുകൊണ്ടും പ്രാധാന്യമുണ്ട്. മാത്രമല്ല, നമ്മളിപ്പോ ചൊല്ലിയ വിഷ്ണു സഹസ്രനാമം ഗീതയിൽ ഉള്ളതാണെന്ന് പറയാൻ ശരിക്കും. കാരണം ശരശയിൽ കിടക്കുന്ന ഭീഷ്മരാണ് വിഷ്ണു സഹസ്രനാമം യുധിഷ്ഠിരന് ചൊല്ലാൻ വേണ്ടിയിട്ട് ഉപദേശിച്ചു കൊടുത്തത്. യുധിഷ്ഠിരൻ ഈശ്വരനെ പ്രാപിക്കാൻ ഏത് മാർഗമാണ്, ഏത് നാമമാണ് ഞാൻ ചൊല്ലേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് ആ ശരശയിൽ കിടന്നുകൊണ്ട് ഭീഷ്മര് ഉപദേശിച്ചതാണ് ഈ സഹസ്രനാമം എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ എന്തുകൊണ്ടും ഇതിന്ന് ചൊല്ലിയത് വളരെ അർത്ഥവത്താണ്. നമുക്ക് അതിനുള്ള പുണ്യം ലഭിക്കുകയും ചെയ്യും. ഇത് നമ്മൾ മൈക്കിൽ ചൊല്ലിയത് കൊണ്ട് ഇത് കേട്ടവർക്കൊക്കെ അതിന്റെ പുണ്യം ലഭിക്കട്ടെ. അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഒരു പുണ്യവുമില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അങ്ങനെയാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ ചൊല്ലി എനിക്ക് ഫലം എന്ന് നമ്മൾ വിചാരിക്കരുത്. ഞാൻ ചൊല്ലി എല്ലാവർക്കും ഫലം കിട്ടട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ആ നിലയ്ക്ക് ഇന്ന് നമ്മൾ സഹസ്രനാമം ചൊല്ലി സമർപ്പിച്ചു. ഇനി നമുക്ക് ഗീതയാണ് ചൊല്ലാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ പിന്നെ ഇവിടെ വന്നവരെല്ലാവരും മറ്റുള്ളവരോട് ഇത് പറയേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഇന്ന് ഗീത ധ്യാന ശ്ലോകവും 1-ാമത്തെ അധ്യായവും ചൊല്ലിയിട്ട് നമുക്ക് തൽക്കാലം നിർത്താന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇനി കുറച്ച് സമയം പിടിക്കുമ്പോൾ നമ്മൾ ഭക്ഷണ ഏകാദശിയൊക്കെ ഉള്ളതാകുമ്പോൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ പ്രശ്നമാവും. നമ്മളെ ആരോഗ്യം നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് മുഴുവനായിട്ട് ചൊല്ലാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം നമ്മൾ മുഴുവൻ ചൊല്ലിയിരുന്നു. ഗീത മുഴുവൻ 18 അധ്യായങ്ങളും ചൊല്ലലുണ്ടായി. അപ്പൊ ഇത്തവണ നമ്മൾ ഒരു അധ്യായം ചൊല്ലി നിർത്തി. നമ്മൾ പിന്നീട് ഗീത നിർത്തുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ച ദിവസം നമ്മൾ വന്നിട്ട് ഗീത സത്സംഗമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഗീത പാരായണവും അതുപോലെ തന്നെ അതിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിക്കലും കൂടി ആയിട്ട് നമുക്കൊരു ഗീത സത്സംഗം നടത്താൻ തുടങ്ങണം എന്നാണ് ആലോചിക്കുന്നത്. അപ്പൊ പരമാവധി ഇവിടെ വന്ന് കൂടിയിട്ടുള്ള ആളുകള് 1-2 ആളുകളെ കൂടി അധികം അടുത്ത പ്രാവശ്യത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പൊ നമുക്കത് വിജയിപ്പിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഗീതയിലേക്ക് കടക്കുമ്പോൾ ആദ്യം ഗീത ഉപദേശിച്ചത് മഹാഭാരത യുദ്ധ കളത്തിൽ വെച്ചിട്ടാണ് ഗീത ഉപദേശിച്ചത്. അപ്പൊ നമ്മൾ വിചാരിക്കും അതിൽ യുദ്ധത്തെ കുറിച്ചുള്ള കാര്യങ്ങളാവും കൃഷ്ണൻ കൂടുതൽ പറഞ്ഞതെന്നാണ്. എന്നാൽ ഗീതയിൽ പറയുന്നത് യുദ്ധത്തെ കുറിച്ചല്ല. യുദ്ധത്തെ കുറിച്ചുള്ളത് വളരെ ചുരുക്കം മാത്രമേ പറയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ കുറിച്ചാണ്. ഗീതയെ ഒരു മതഗ്രന്ഥമായിട്ടല്ല കാണുന്നത്, ഒരു കർമ്മശാസ്ത്രമായിട്ടാണ് കാണുന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മൾ പല ശാസ്ത്രങ്ങൾ കേട്ടിട്ടുണ്ട്. ഗീത ശാസ്ത്രം പോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രം, ഗണിത ശാസ്ത്രം, ജ്യോതിശാസ്ത്രം, അങ്ങനെ പല ശാസ്ത്രങ്ങളുണ്ട്. അർത്ഥശാസ്ത്രം, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ അതിലൊക്കെ എന്താണ് ശാസ്ത്രം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാല് അത് പരീക്ഷിച്ചും നിരീക്ഷിച്ചും തെളിഞ്ഞ കാര്യങ്ങളാണ്, തെളിഞ്ഞ സത്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിനെ ശാസ്ത്രം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വെള്ളം എന്നൊരു വസ്തുവിനെ കാണുന്നു. ഒരു സയൻസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വെള്ളം എന്ന് പറയുന്നത് H2O എന്ന ഒരു സങ്കല്പത്തിൽ ഹൈഡ്രജനെയും ഓക്സിജനെയും കൂട്ടിച്ചേർക്കുന്നതാണ് വെള്ളം എന്ന് കുട്ടി സയൻസിൽ പഠിക്കണം. അത് യഥാർത്ഥ അളവിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കും വെള്ളം സൃഷ്ടിക്കാന്നാ പറയുന്നത്. അപ്പൊ അത് തെളിയിച്ചു കഴിഞ്ഞ സത്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഗീതയും. ഗീതയിലെ തത്വങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് അതിനെ പരീക്ഷിച്ച് നിരീക്ഷിച്ചു കൊണ്ടുവന്നാൽ നമ്മൾ വിജയിക്കും എന്നുള്ളതിന് ഒരുപാട് വ്യക്തികൾ തെളിവുണ്ട്. പലരും ഈ ഗീതയെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ ഒരുപാട് വ്യാഖ്യാനങ്ങൾ, ഏറ്റവും കൂടുതൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഗീതയ്ക്കാണ്. മറ്റു ഭാഷകളിലേക്കും അതെ, കൂടുതൽ ഭാഷകളിലേക്ക് വ്യാഖ്യാനിച്ചിട്ടുള്ളതും ഗീതയാണ്.
കാരണം എന്താണ്, ഇതിലെ കാര്യങ്ങൾ സത്യമാണ്, അത് എല്ലാവരും മനസ്സിലാക്കി എന്നതിന്റെ തെളിവാണത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ ഉപയോഗപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഇത് കർമ്മശാസ്ത്രമാണ്. എന്താണ് കർമ്മം എന്ന് പറഞ്ഞാല്? നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ കർമ്മം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് ചിന്തിച്ചാല്, ഇപ്പൊ ഞാൻ ഗീത വായിക്കുന്നു എന്നൊരു സെന്റൻസ് പറയുകയാണെങ്കിൽ അത് ഞാൻ എന്ന് പറയുന്നത് ആ കർത്താവാണ്, ജോലി ചെയ്യുന്ന ആളാണ്. എന്നാൽ ചെയ്യുന്നു, വായിക്കുന്നു എന്നത് ക്രിയയാണ്. അതിന് കർമ്മം വരുന്നത് ഗീതയാണ്. ഞാൻ എന്തിനെ വായിക്കുന്നു, അല്ലെങ്കിൽ എന്തിനു വേണ്ടി വായിക്കുന്നത്, ആ ഇടയിൽ വരുന്ന ആ ഭാഗമാണ് കർമ്മം ഒരു ഭാഷയെ സംബന്ധിച്ച്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ കർമ്മം എന്ന് പറയുന്നതിന് ക്രിയയായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന ജോലികള്, ആ ക്രിയയാണ് കർമ്മം. ആ കർമ്മം തന്നെയാണ് ധർമ്മം. നമ്മുടെ ഭഗവത്ഗീത അധ്യായം തുടങ്ങുന്നത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന ശ്ലോകത്തോടു കൂടിയാണ്, ധൃതരാഷ്ട്രയുടെ ശ്ലോകത്തോടു കൂടി. അവിടെ തുടങ്ങുന്ന വാചകം ധർമ്മ എന്നാണ്. അത് കഴിഞ്ഞ് നമ്മൾ 700-ാമത്തെ ശ്ലോകം വായിക്കുമ്പോൾ അതിൽ വരുന്നത് ധ്രുവാനീതിർ മതിർമമ എന്ന സഞ്ജയന്റെ ശ്ലോകത്തോടു കൂടിയാണ് അവസാനിക്കുന്നത്. അത് മമ എന്നാണ് അവസാനിക്കുന്നത്. അപ്പൊ മമ എന്ന വാക്കിന് സംസ്കൃതത്തില് എന്റെ എന്നാണ് അർത്ഥം. ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മം. ഈ കർമ്മത്തെയാണ് ധർമ്മം എന്ന് പറയാം. അപ്പൊ ആ ധർമ്മം എന്ന വാക്കും മമ എന്ന വാക്കും കൂട്ടിച്ചേർത്ത് നോക്കൂ. മമ ധർമ്മം, എന്റെ ധർമ്മം, എന്റെ കർമ്മം. അപ്പൊ ഞാൻ ചെയ്യേണ്ട ജോലികൾ എന്താണോ, അത് ആരാണോ ഗീത വായിക്കുന്നത് അവർക്ക് അവർ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെ കർമ്മങ്ങളാണോ അദ്ദേഹം അനുഷ്ഠിക്കേണ്ടത്, അതാണ് നമുക്ക് ഗീത പറഞ്ഞു തരുന്നത്. എന്നാൽ ഗീതയില് ഞാൻ പറഞ്ഞു യുദ്ധത്തെ കുറിച്ചല്ല കൂടുതൽ പറയണത്. ഗീതയിൽ പറയണത് എന്തൊക്കെയാണ്? നമ്മുടെ ഗുരു ആരാണ്, നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെയായിരിക്കണം, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ സുഹൃത്ത് ആരാണ്, നമ്മുടെ ദിനചര്യകൾ എങ്ങനെയാണ്, ഇതെല്ലാം ഗീതയിൽ പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അർജുനൻ നമുക്ക് വേണ്ടിയാണ് ആ ചോദ്യങ്ങൾ ചോദിച്ചത് എന്ന് പറയാം. അപ്പൊ അർജുനൻ വെറും ഒരു യുദ്ധം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് എന്റെ ബന്ധുജനങ്ങളെ കൂടെ കണ്ടിട്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നേ ഉള്ളൂ. പക്ഷെ അർജുനൻ ചോദിക്കുന്നത് ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. അതിലൂടെ ഭക്തൻ എങ്ങനെയാണ് ആവേണ്ടത്, ഒരു ഈശ്വരൻ ആരാണ്, ഇതൊക്കെ ചോദിക്കട്ടെ. ഞാൻ എന്താണ് ആവേണ്ടത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ പല ചോദ്യങ്ങളും അർജുനൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട, ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഭഗവത്ഗീതയിലുണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഇന്ന് പല മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളമായിട്ട് ഗീതയെ വിമർശിച്ച് കാണാം. ഗീതയിലെ ഓരോ വാക്കും ഒരു വാചകവും ഒക്കെ എടുത്തിട്ടിട്ട് അതിനെ തിരിച്ചും മറിച്ചുമാക്കിയിട്ട് പലതരത്തിൽ വിമർശിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അറിവില്ലായ്മ കൊണ്ട്, അജ്ഞത കൊണ്ട് ചെയ്യുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെങ്കിലും മനസ്സിലാക്കണം, ഗീത വായിക്കുന്ന നമ്മളെങ്കിലും മനസ്സിലാക്കണം. അപ്പൊ അതിൽ പറയുന്ന കർമ്മങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ നമ്മൾ അതിനനുസരിച്ച് കർമ്മം ചെയ്താൽ നമുക്ക് ഭാവിയിൽ ഉന്നതിയെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഇത് ഇന്ന് ചെയ്തു നാളെ ചെയ്തില്ല വെച്ചിട്ട് ദോഷമൊന്നുമില്ല. അത് നമ്മളെ ആചാര്യന്മാരൊക്കെ പറയാറുണ്ട്, ഇന്ന് 10 നാമം ചൊല്ലി നാളെ ചൊല്ലാൻ പറ്റില്ല, അപ്പൊ നമ്മുടെ ഈ 10 നാമങ്ങൾ വെറുതെ പോയി നമ്മൾ വിചാരിക്കരുത്. ഈ 10 നാമങ്ങൾ അവിടെ കിടക്കും. അതിനുശേഷം നാളെ നമ്മൾ അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ചൊല്ലിച്ചാൽ അപ്പോഴും നമ്മുടെ ഈ 10ന്റെ കൂടെ നമ്മുടെ നാമങ്ങളെ കൂടി ചേർന്നോളും. നമുക്ക് കഴിയുന്ന പോലെ നമ്മൾ ഇത് ചൊല്ലുക, ഇത് വായിക്കുക, ഇത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇതിൽ പറയുന്നത് നന്മ മാത്രമാണ്. ഈ ഗീത വായിച്ചത് കൊണ്ട് ആരും കേടു വന്നതായിട്ട് ഇതേവരെ ചരിത്രമില്ല. ഗീത വായിച്ചത് കൊണ്ട് ആരും മോശമായിട്ട് പോയിട്ടില്ല. അപ്പൊ നന്മ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഈ നന്മ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന സാധനമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ മനസ്സിലെ ചിന്ത കൊണ്ട് നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ അകത്തേക്കും കയറി വരുന്ന സാധനമാണ് നന്മ. അത് പല വിധത്തിലാണ് നമുക്ക് നന്മ കിട്ടുക. തിന്മയാണെങ്കിലോ നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കരുത് എന്നാണ് പറയുക. അപ്പൊ ഒരു സ്ത്രീ ഒരിക്കല് ആ സ്ത്രീയുടെ അനുഭവത്തിൽ നിന്ന് പറയാണ്, നന്മ എന്റെ ഉള്ളിലേക്ക് കയറി വരുന്നു, തിന്മ ഉമ്മറത്തിണ്ണയിൽ ഇരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാൽ ആ സ്ത്രീയുടെ അനുഭവം എന്താന്ന് വെച്ചാല്, വയസ്സായ ഒരു സ്ത്രീയായിരുന്നു, അവർക്ക് മക്കളൊന്നുമില്ല, മകനൊക്കെ ചെറുപ്പകാലത്തിൽ തന്നെ ഉപേക്ഷിച്ച് വീട് വിട്ട് ഇറങ്ങി പോയതാണ്. അങ്ങനെ ഈ സ്ത്രീ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒരു ദിവസം ആ സ്ത്രീ ഭക്ഷണം കഴിച്ചപ്പോൾ 2 പലഹാരം ആ സ്ത്രീ ഉമ്മറത്തിണ്ണയിൽ വെക്കുകയാണ്. ഉമ്മറത്തിണ്ണയിൽ വെച്ചപ്പോ ഒരു ഭിക്ഷക്കാരൻ വന്നിട്ട് അത് എടുത്തോണ്ട് പോയി. അപ്പൊ ഈ സ്ത്രീ പിറ്റേ ദിവസം വീണ്ടും വെച്ചു ഭക്ഷണം.
അപ്പൊ ആ ഭിക്ഷക്കാരൻ വന്ന് വീണ്ടും അത് എടുത്തുകൊണ്ട് പോയി. അപ്പൊ ഈ സ്ത്രീക്ക് സമാധാനമായി. എന്നും പിന്നെ തുടർച്ചയായിട്ട് എന്നും ആ ഭക്ഷണം അവിടെ വെക്കാൻ തുടങ്ങി. അങ്ങനെ നിത്യവും ആ ഭിക്ഷക്കാരൻ വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. വളരെ സന്തോഷമായിരുന്നു. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോ ഈ സ്ത്രീ ഒരു നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഈ സ്ത്രീ ഒന്ന് ചിന്തിച്ചു പോയി, എന്താ എന്നും ഇയാൾ ഇങ്ങനെ എടുത്തോണ്ട് പോണത്, എന്നും ഇയാള് മാത്രം എടുത്തോണ്ട് പോയാൽ പോകല്ലോ. അപ്പൊ ഈ സ്ത്രീക്ക് ഒരു ചിന്ത, ഒരു ലേശം തിന്മ ആ സ്ത്രീയുടെ മനസ്സിലേക്ക് വന്നു. ആ സ്ത്രീ ചിന്തിച്ചു, നാളെ ഞാനൊരു പണി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചപ്പോ 2 പലഹാരം വെച്ച സമയത്ത് അതിൽ ഇത്തിരി വിഷം കലർത്തി വെച്ചു. ആ വിഷം കലർത്തി വെച്ചിട്ട് ഇനി അദ്ദേഹം വരുമ്പോ അത് എടുത്തിട്ട് അയാൾ മരിച്ചു പോകും എന്നാ ചെയ്യും, എന്താ ചെയ്യട്ടെ, വേറെ ആൾക്കാർ വരുമല്ലോ എന്ന് ചിന്തിച്ചു. ഒരു നിമിഷം ഒരു തിന്മ ചിന്തിച്ചു. അങ്ങനെ ആ ഭക്ഷണം വെച്ചു. പക്ഷെ അത് വെച്ചതിന് ശേഷം സാധാരണത്തെ പോലെയല്ല. സാധാരണ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയുടെ പണിക്ക് പോകാറുണ്ട്. ഇതവിടെ വെച്ചപ്പോ ആ സ്ത്രീയുടെ മനസ്സിലാകെ വെപ്രാളം. ഒന്നിനൊരു ശ്രദ്ധ കിട്ടണില്ല, ജോലി ചെയ്യാൻ പറ്റണില്ല, ആരൊരു സ്വസ്ഥത ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കുക, ആ ഭക്ഷണം എടുത്തുകൊണ്ടുപോയോ, അയാൾ വന്നോ പോയോ, ഒരു എന്താ പറയാ ബുദ്ധിമുട്ട് മനസ്സിലിങ്ങനെ. അങ്ങനെ അവസാനം ആ സ്ത്രീ എന്ത് തീരുമാനിച്ചു, അത് വേണ്ട, ഇനി കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ട് ആ ഭക്ഷണം ഉമ്മറത്തിന്റെ ആ അരികിലേക്ക് മാറ്റി വെച്ചു. അവിടെ നല്ല ഭക്ഷണം വെച്ചു. പിന്നെ ആ സ്ത്രീക്ക് ഫ്രീ ആയി. പിന്നെ ഒരു പ്രശ്നമില്ല, ആ സ്ത്രീ ആലോചിച്ചതുമില്ല. ആ ഭിക്ഷക്കാരൻ വന്നു, ആ ഭക്ഷണം എടുത്തുകൊണ്ട് പോയി. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരോ വന്ന് വാതിൽക്കൽ മുട്ടി. വാതിൽ തുറന്നു. ഉടനെ അദ്ദേഹം ഒരു പുരുഷനായിരുന്നു. അദ്ദേഹം ഉള്ളിലേക്ക് കയറി വന്നു. ആ സ്ത്രീയെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഈ സ്ത്രീ ആകെ പേടിച്ചു. അപ്പൊ നീ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ അമ്മയെ പേടിക്കട്ട, ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് പോയ അമ്മയുടെ മകനാണ്. അന്ന് ഞാനത് നാട് വിട്ടു പോയതിനു ശേഷം എനിക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടിയിട്ടില്ല. ഞാൻ അരഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഇപ്പൊ എവിടുന്നോ ആരൊക്കെയോ പൈസയൊക്കെ തന്ന് ഞാൻ ഇവിടെ ബസ് ഇറങ്ങിയപ്പോ എനിക്ക് വിശന്ന് വരഞ്ഞ് ക്ഷീണിതനായിരുന്നു. അപ്പൊ എനിക്കൊരു ഭിക്ഷക്കാരനാണ് അമ്മയെ നല്ല സ്വാദുള്ള 2 പലഹാരം എനിക്ക് തന്നു. ആ ഭിക്ഷക്കാരന്റെ കയ്യിലുള്ളത് മുഴുവൻ എനിക്ക് തന്നു. അപ്പൊ ഞാൻ ആ ഭിക്ഷക്കാരനോട് ചോദിച്ചു, എവിടുന്നാ അമ്മയ്ക്ക് ഇത് കിട്ടിയത് എന്ന്. അപ്പൊ ആ ഭിക്ഷക്കാരൻ പറഞ്ഞത്രേ, ഒരു വയസ്സായ ഒരു അമ്മ എനിക്ക് എന്നും ഭക്ഷണം തരാറുണ്ട്. ആ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ ജീവിക്കാറുള്ളത്, അതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് ഈ അമ്മയാണെന്ന് മകൻ അറിയില്ലായിരുന്നു. അപ്പൊ ഈ സ്ത്രീ വേഗം പേടിച്ച് ഉമ്മറത്തിന്റെ ആ തലയിൽ ഉമ്മറത്തൊരു പൊടി നോക്കി. അപ്പൊ ഉമ്മറത്തിന്റെ അരികില് വിഷം പുരട്ടിയ ഭക്ഷണം രാവിലെ വെച്ചിട്ടുണ്ടല്ലോ, അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ആ ഭക്ഷണം അവിടുന്ന് എടുത്തു കൊണ്ടുപോയിട്ടില്ല. അപ്പൊ ഈ സ്ത്രീ വിചാരിക്കുകയാണ്, ആകെ കരച്ചില് വന്നു, സങ്കടം വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറയാണ്, മകനോട് പറയാണ്, ഞാൻ ഒരു നിമിഷം കൊണ്ട് ഒരു തിന്മ ചിന്തിച്ചു, എന്താണ് ആ വിഷം പുരട്ടിയ ഭക്ഷണം ആ ഭിക്ഷക്കാരൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ മകനെയും ലഭിക്കില്ലായിരുന്നു, ഒന്നും ലഭിക്കില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം ആർക്കും കൊണ്ട് ആ ഭക്ഷണം കൂടി കൊണ്ടുപോയില്ല. അദ്ദേഹത്തിന് വെച്ച 2 ഭക്ഷണം മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അപ്പൊ എത്ര നന്നായി. അപ്പൊ ഞാൻ ചെയ്ത തിന്മ ഇപ്പോഴും അവിടെ ഉമ്മർപടിയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ നന്മയായിട്ട് നീ ഉള്ളിലേക്ക് കയറി വന്ന് എനിക്ക് എന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. ഇതിന് വലിയൊരു നന്മ എനിക്ക് ഈ ജീവിതത്തിൽ ഇല്ലല്ലോ ലഭിക്കാൻ. അപ്പൊ ആ ഒരു നിമിഷ നേരത്തെ തിന്മ ചെയ്തിരുന്നുവെങ്കിൽ തന്റെ ഈ മകൻ പോലും മരിക്കുമായിരുന്നു എന്ന് ചിന്തിക്കുകയാണ് ഈ അമ്മ. അപ്പൊ അവിടെയാണ് അമ്മ പറഞ്ഞത്, തിന്മ എപ്പോഴും ഉമ്മറത്തിനേ ഇരിക്കുള്ളൂ, നന്മയാണ് ഉള്ളിലേക്ക് കയറി വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ നന്മ ചെയ്യാനുള്ള ഒരു മാനസികമായ ഒരു തോന്നൽ ഉണ്ടാവട്ടെ. അപ്പൊ നമ്മൾ എന്തൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ്, ആ രീതിയാണ് നമുക്ക് ഈ ഗീതയിലൂടെ ഭഗവാൻ പറഞ്ഞു തരുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് ഇതിലെ തത്വങ്ങളൊക്കെ എല്ലാ ആഴ്ചയും കുറേശ്ശെയായിട്ട് പഠിക്കാം. അപ്പൊ എന്താണ് ഇപ്പൊ പഠിച്ചിട്ട് അതൊക്കെ തോന്നും. പക്ഷെ അതല്ല, നമ്മളിപ്പോ ഞാൻ നോക്കും, ഇന്ന് ഒരു മാസം നവംബർ 1-ാം തീയതി കേരള പിറവി ദിവസം ഒരു ഫോണിൽ എങ്ങനെയോ അബദ്ധവശാൽ ഒരു നവംബർ 1-ാം തീയതിയുടെ ഒരാഴ്ച മുമ്പ് എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു, ഗീത ചക്രവ്യൂഹം, ഗീതാ പഠനത്തിന് താല്പര്യമുള്ളവർ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ അത് കണ്ട ഉടനെ ഗീത ആയതുകൊണ്ട് എനിക്ക് താല്പര്യമായിരുന്നു, ഞാൻ അതിൽ ജോയിൻ ചെയ്തു. ആ ജോയിൻ ചെയ്തപ്പോ നവംബർ 1-ാം തീയതി തൊട്ട് നവംബർ 22-ാം തീയതി വരെ ഓരോ അധ്യായം, ഗീതയിലെ 18 അധ്യായങ്ങളുടെയും വിശദമായ ക്ലാസ്
2-2.5 മണിക്കൂറൊക്കെ ഉണ്ടാവും ചില ദിവസം. 8 മണിക്ക് തുടങ്ങിയ 10:30 വരെയൊക്കെ നീണ്ടു പോകാറുണ്ട്. മുഴുവൻ കേട്ടിട്ടില്ലെങ്കിലും പിറ്റേ ദിവസം നമുക്ക് യൂട്യൂബിൽ അത് മുഴുവൻ കേൾക്കാം, കാണുകയും ചെയ്യാം. അത്തരത്തിലായിരുന്നു ക്ലാസ് ക്രമീകരിച്ചിരുന്നത്. 18 അധ്യായങ്ങളുടെയും ക്ലാസ് എടുത്ത് അതൊക്കെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും ഇതിൽ നിന്ന് 5 ചോദ്യങ്ങൾ ചോദിക്കും. തലേ ദിവസത്തെ ക്ലാസ്സിൽ നിന്ന് 5 ചോദ്യങ്ങൾ ചോദിക്കും. അത് വേണമെങ്കിൽ ആൻസർ ചെയ്യാൻ, വേണമെങ്കിൽ ചെയ്യേണ്ട. ഇപ്പോ 10 മാർക്കാണ്, 10 കിട്ടണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് എത്ര മനസ്സിലായി അതറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ്. അങ്ങനെ 5 ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾ ഞാൻ ആൻസർ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് ഗീതാ ദിനത്തിന്റെ അന്ന് ഇന്ന് 50 മാർക്കിന്റെ 100 മാർക്കിന് 50 ക്വസ്റ്റ്യൻസ് വരും. ഇന്നും നാളെ സമയമുണ്ട്. ഇന്നും നാളെയും കൂടി കൂടിയിട്ട് ആൻസർ ചെയ്ത് നമ്മൾ അയക്കണം. അത് അയച്ചു കഴിഞ്ഞ് 50 മാർക്ക് കിട്ടിയ ആൾക്ക് പിന്നെ ട്രോഫി ഉണ്ട്. നമുക്ക് 30-31 തീയതികളിലെ ഗുരുവായൂർ 2 ദിവസത്തെ പരിപാടിയാണ്. അവിടെ പല പരിപാടികളുണ്ട്. അത്ര ഡാൻസ് ഉണ്ട്, അത്ര നാടകം ഉണ്ട്, ഒക്കെ ഗീതയുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഒരുപാട് പരിപാടികളുണ്ട്. അതിൽ പങ്കെടുക്കണം. മാത്രമല്ല ഈ ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ പരീക്ഷ എഴുതിയിട്ട് ജയിച്ചിട്ടില്ല അതൊന്നും വേണ്ട. നമുക്ക് 30-31 തീയതികളിൽ ഗുരുവായൂർ പോയ ഗംഭീര പരിപാടികളൊക്കെ ആസ്വദിക്കാം. സ്വാമിയുടെ നേരിട്ടുള്ള ക്ലാസ്, ഈ ക്ലാസ് എടുക്കുന്ന സ്വാമിയുടെ നേരിട്ടുള്ള ക്ലാസ് കേൾക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. 22 ദിവസമാണ് ക്ലാസ് എടുത്തത്. ഞാൻ തുടർച്ചയായിട്ട് എങ്ങനെ സാധിച്ചു ഇപ്പൊ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല എങ്ങനെ ഇപ്പൊ സാധിച്ചത്. 2-2.5 മണിക്കൂറൊക്കെ ഉള്ള ഒരു ക്ലാസ് ദിവസത്തെ. പക്ഷെ വളരെ രസമായിരുന്നു. തമാശയോട് കൂടിയിട്ട് ക്ലാസ്സുകൾ എടുത്തായിരുന്നു. വ്യത്യസ്തമായ രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു. ഓരോ അധ്യായത്തിനും ഇംഗ്ലീഷിൽ ഓരോ പേരൊക്കെ കൊടുത്തിട്ടാണ് ക്ലാസ് എടുത്തത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ്സൊക്കെ പാടെ കഴിഞ്ഞപ്പോഴാണ് ഈ ഏകാദശി ദിനത്തിൽ എന്താ നമുക്ക് ഈ അമ്പലത്തിലും കുറേശ്ശെ പഠിക്കുക, എല്ലാവർക്കും അത് എത്തട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അതിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതുകൊണ്ടൊന്നും വലിയ നമുക്ക് ഇതൊന്നും കിട്ടിയില്ല, ട്രോഫി ഒന്നും കിട്ടിയിട്ടല്ല. നമ്മളത് മനസ്സിലാക്കുക, നമ്മൾ അറിയുക, നമുക്ക് അറിയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്കൊരു അധ്യായം വായിച്ച് നിർത്താമെന്ന് വിചാരിക്കുന്നു. അടുത്ത ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 10 മണി വരെ എന്ന് വെക്കുക. തൽക്കാലം നമുക്ക് അങ്ങനെ തീരുമാനം എടുക്കുക. എന്നിട്ട് പരമാവധി ആളുകളെ ഇതിലേക്ക് എത്തിക്കുക. അപ്പോൾ വിശദമായ ക്ലാസ്സുകള് ഞാനൊന്നും ഭയങ്കര അറിവും പഠിച്ചിട്ടില്ല, എനിക്ക് അതിന്റെ ഒന്നും അറിയില്ല. അപ്പൊ അറിയുന്ന ആളുകള് അനിയട്ടനും അതുപോലെ ബാക്കി ആരെങ്കിലും ഒക്കെ കൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കാം. നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. കൂട്ടത്തിൽ നമുക്കിത് വായിക്കാനുള്ളൊരു പ്രാക്ടീസും തുടങ്ങാം. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പൊ നമുക്ക് ധ്യാന ശ്ലോകവും ഇതും വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ. ഹരി ഓം. നമസ്തേ. ഭഗവത്ഗീതയെ 3 യോഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ആദ്യത്തെ 6 അധ്യായങ്ങൾ ഭക്തിയോഗവും, രണ്ടാമത്തെ 6 അധ്യായങ്ങൾ ജ്ഞാനയോഗവും, മൂന്നാമത്തെ 6 അധ്യായങ്ങൾ കർമ്മയോഗവുമാണ്. 13 മുതലുള്ള 18 അധ്യായങ്ങൾ വരെയുള്ളത് കർമ്മയോഗത്തിൽ പെടുന്നതാണ്. ഇവിടെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഗുണങ്ങൾ എന്താണ് എന്ന് പുറത്തേക്ക് കാണിക്കുകയാണ്. മനുഷ്യരിൽ ഉള്ള ഗുണങ്ങൾ എവിടെ വയ്ക്കണമെന്ന് ബ്രഹ്മാവ് ചിന്തിച്ചു അത്രേ. നാരദൻ പറഞ്ഞിട്ടാണ് സൃഷ്ടികളൊന്നും തികയാതെ, തൃപ്തി വരാതെ മനുഷ്യനെന്ന ഒരു സൃഷ്ടി നടത്താൻ ബ്രഹ്മാവ് തീരുമാനിച്ചത്. അപ്പോൾ ബ്രഹ്മാവിന് തോന്നിയത്രേ ദൈവാംശം എവിടെ വയ്ക്കണമെന്ന്. പുറമേ വയ്ക്കുകയാണെങ്കിൽ അത് മനുഷ്യൻ വളരെ കുശാഗ്രബുദ്ധിക്കാരനാണ്. അതുകൊണ്ട് പെട്ടെന്ന് അത് തിരിച്ചറിഞ്ഞ് അത് സ്വീകരിക്കാൻ മനുഷ്യന് സാധിക്കും. പുറമേ കാണുന്ന എന്തു കാര്യങ്ങളും തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയും.
അപ്പോൾ അവിടെ ദൈവാംശം പുറമേ കൊടുക്കുകയാണെങ്കിൽ അത് അവൻ പെട്ടെന്ന് കണ്ടെത്തും എന്ന് ബ്രഹ്മാവിന് തോന്നിയിട്ടാണ് നമ്മുടെ ദൈവാംശം നമ്മുടെ ഉള്ളിൽ കൊടുക്കാൻ തീരുമാനിച്ച് പഞ്ചേന്ദ്രിയങ്ങൾ പുറത്തും നമ്മുടെ ദൈവാംശം ഉള്ളിലും കൊടുത്ത് നൽകിയത്. ആ കൊടുത്ത ഗുണങ്ങൾ, ആ ദൈവാംശം കൊടുത്തതിൽ നിന്ന് ജനിക്കുന്ന ഗുണങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് മനുഷ്യനെ എത്തിക്കുക, അതാണ് ശ്രീകൃഷ്ണൻ ഈ അധ്യായങ്ങളിലൂടെ ചെയ്യുന്നത്. മനുഷ്യരിലെ ഗുണങ്ങളെല്ലാം തിരിച്ചറിയണം നമ്മൾ ആദ്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ പേരിലെ തന്നെ ഗുണങ്ങൾ. ഭഗവത്ഗീതയിലെ 18 പേരുകളിൽ അർജുനനെ സംബോധന ചെയ്യുന്നുണ്ട് ഭഗവാൻ കൃഷ്ണൻ. അതുപോലെ തന്നെ 18 പേരുകൾ ഭഗവാന്റേതായിട്ടുമുണ്ട്. അതല്ലാതെ തന്നെ സഹസ്രനാമങ്ങൾ തന്നെയുണ്ട് ഭഗവാന്. അപ്പോൾ അവിടെയെല്ലാം ആ പേരുകളുടെ എല്ലാം ഉത്ഭവം എങ്ങനെയാണ്? അതിന് പിന്നിൽ ഓരോ കഥയുണ്ട്, ഓരോ പ്രവൃത്തികളുടെ കഥയുണ്ട്. ആ നല്ല പ്രവൃത്തിയിൽ നിന്നുമാണ് ആ പേര് സമ്പാദിക്കുന്നത്. അപ്പോൾ പേരിൻ്റെ ഗുണം എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുക. നമ്മൾ സിനിമകളിലും മറ്റും തമാശയായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. സുന്ദരൻ എന്ന പേരും ഒട്ടും സൗന്ദര്യവുമില്ലാതെ, സത്യശീലൻ എന്ന പേരും ഒട്ടും സത്യം പറയാതെ, ദയ എന്നു പേര് ദയ തീരെ ഇല്ലാത്തയാൾ, ഇങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെയാണ് നമ്മുടെ പേരിൽ നമ്മുടെ ഗുണം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഇതിൽ സത്വരജസ് തമോ ഗുണങ്ങളെക്കുറിച്ച് ഭഗവാൻ വിസ്തരിച്ച് പറയുകയാണ്. അപ്പോൾ അർജുനന് മനസ്സിലാകുന്നില്ല സത്വരജസ് തമോ ഗുണങ്ങൾ എങ്ങനെ തിരിച്ചറിയും എന്ന് ചോദിക്കുന്ന സമയത്ത് അത് ഓരോന്നും എങ്ങനെയാണ് എന്ന് ഭഗവാൻ 11, 12, 13 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സത്വഗുണപ്രധാനിയുടെ ഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയായിരിക്കുമെന്ന് 11ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃദ്ധം സത്വമിത്യുത. ഈ ശരീരത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളിലും അന്ധഃകരണത്തിലും അറിവിൻ്റെ പ്രകാശം വ്യാപിക്കുന്നത് അനുഭവപ്പെടുമ്പോൾ സത്വഗുണം വർദ്ധിച്ചതായി അറിയുന്നു എന്നാണ്. അതായത് സത്വഗുണപ്രധാനിയായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിത രീതികളിൽ അറിവിൻ്റെ ഒരു പ്രകാശം കാണിച്ചിരിക്കും. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും അറിവോടുകൂടി ചെയ്യുന്നത് തന്നെയായിരിക്കും. അതായത് മണ്ടത്തരങ്ങളൊന്നും സംഭവിക്കാതെ നല്ല ബുദ്ധിപൂർവമായി ചിന്തിച്ചുകൊണ്ട് സുഖം കിട്ടുന്ന തരത്തിൽ വേണ്ടതായ പ്രവൃത്തികൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു രീതി കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അദ്ദേഹത്തിൽ ലയിച്ചിരിക്കുന്ന ഗുണം സത്വഗുണമാണ് എന്നുള്ളതെന്ന് പറയുന്നു. അതിനുശേഷം 12ാമത്തെ ശ്ലോകത്തിൽ ലോഭപ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. അടുത്തതായിട്ട് രജോ ഗുണത്തിൻ്റെ സവിശേഷത പറയുകയാണ്. അതായത് ഹേ ഭരതശ്രേഷ്ഠ, രജോ ഗുണം വർദ്ധിക്കുമ്പോൾ ധനസമ്പാദനത്തിന് ആഗ്രഹവും പ്രവൃത്തി, കർമാരംഭം, കർമാനുഷ്ഠാനം, അതുമൂലം അസ്വസ്ഥത, ഭൗതിക ആസക്തി എന്നിവയും ജനിക്കുന്നു എന്നാണ്. അവിടെ അത്യാഗ്രഹം, അതിനു വേണ്ടിയുള്ള കർമ്മങ്ങൾ, അത്യാഗ്രഹവും അത്യാർത്തിയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കർമ്മങ്ങളും അനുസരിച്ചായിരിക്കും. ഒട്ടും നല്ല പ്രവൃത്തികളായിക്കൊള്ളണമെന്നില്ല. നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാത്വിക ഗുണത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. പക്ഷേ നല്ല മാർഗത്തിലൂടെ അല്ലാതെ തെറ്റായ മാർഗത്തിലൂടെ നമ്മളെ കർമ്മങ്ങൾ പോകുമ്പോൾ അത് രജോ ഗുണത്തെയാണ് കാണിക്കുന്നത് എന്ന് പറയുകയാണ്. അടുത്ത 13ാമത്തെ ശ്ലോകത്തിൽ തമോ ഗുണത്തെക്കുറിച്ച് പറയുകയാണ്. അപ്രകോശോ പ്രവൃത്തിശ്ച പ്രമാദോ മോഹയേവച്ച തമസ്യേതാനി ജായന്തേ വിവൃദ്ധേ കുരുനന്ദന. അല്ലയോ അർജുന, അവിവേകം, നിഷ്ക്രിയത്വം, കർത്തവ്യകർമ്മങ്ങളിൽ വീഴ്ച വരുത്തുക, വ്യാമോഹം എന്നിവ തമോ ഗുണം വർദ്ധിക്കുമ്പോൾ സംഭവിക്കുന്നു.
അതായത് നമ്മൾ പൊതുവെ താമസ ഗുണശീലരെ കുറിച്ച് പറയുന്ന സമയത്ത് മടി, അലസത ഇത് അവരിൽ പൂർണ്ണമായും ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട് സ്വാഭാവികമായിട്ട്. ഇവിടെ പറയുന്ന വാക്കുകൾ അവിവേകം, അവിവേകം എന്ന് പറഞ്ഞാൽ വിവേകപരമല്ലാത്ത, വേണ്ട രീതിയിലല്ലാത്ത പ്രവൃത്തികൾ, നിഷ്ക്രിയത്വം, ജോലി ചെയ്യാതെ ഇരിക്കൽ, കർത്തവ്യകർമ്മങ്ങളിൽ വീഴ്ച വരുത്തുക, അതുതന്നെയാണ് മടി. വ്യാമോഹം, വെറുതെ മോഹിക്കുക. കാരണം മോഹം മാത്രമേ ഉള്ളൂ, മോഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള താല്പര്യമില്ലാതെ ഒരു തരം മടിയുടെയും ആലസ്യത്തിൻ്റെയും പിടിയിൽപ്പെട്ടിരിക്കുക. ഇങ്ങനെയുള്ളവരിൽ നമുക്ക് തമോ ഗുണം കാണാൻ സാധിക്കുന്നു എന്ന് പറയുകയാണ് ഭഗവാൻ. ഇങ്ങനെ 3 ഗുണങ്ങളെയും സത്വരജസ് തമോ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അർജുനനോട് ഇതിലേത് സ്വീകരിക്കണമെന്ന് അർജുനൻ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇങ്ങനെ കർമ്മയോഗത്തിലേക്ക് അർജുനനെ നയിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഉപദേശങ്ങളും ഇതിൽ ചെയ്യുന്നുണ്ട്. ഇതിൽ 3 ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. മുഴുവനായിട്ട് വിസ്തരിക്കുന്നില്ല, സമയം ഒരുപാട് എടുക്കുമെന്നുള്ളത് കൊണ്ട് ചെറിയൊരു കാര്യം ആ അധ്യായത്തെക്കുറിച്ച് സൂചിപ്പിച്ചു എന്ന് മാത്രം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരി ഓം, നമസ്തേ. ഇന്ന് നമ്മൾ ഭഗവത്ഗീതയുടെ ഹൃദയം തന്നെ എന്ന് വിളിക്കാവുന്ന 15-ാം അധ്യായമായിട്ടുള്ള പുരുഷോത്തമ യോഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓരോ അധ്യായവും മഹിമയേറിയതാണെങ്കിലും പുരുഷോത്തമനാകാനുള്ള എല്ലാ ഉപദേശങ്ങളും കൊടുക്കുന്ന പുരുഷോത്തമ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനമായും അതിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ നമ്മൾക്ക് കാണാതെ പഠിച്ചതിൻ്റെ അർത്ഥത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. നാം വിപുലമായ രീതിയിൽ നോക്കാതെ നമ്മുടെ ചുറ്റുപാടും തന്നെ ഒരു ഉത്തമ പുരുഷനായി ജീവിക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ഉദ്ദേശം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊക്കെ സന്തോഷം തരുന്നത് അതാണ്. ഒരു ഉത്തമ പുരുഷനായി ഇരിക്കുമ്പോഴാണ്. നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ആരും തന്നെ നമ്മെ സ്വീകരിക്കുന്നവരായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ഉത്തമ പുരുഷൻ ആകുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഭഗവാൻ അർജുനനെ എത്തിക്കുന്നതിലൂടെ ലോകത്തുള്ള എല്ലാവരെയും എത്തിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇവിടെ ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, സ്ത്രീയോ പുരുഷനോ അതില്ല, ഏതൊരു വ്യക്തിയെയും ഇവിടെ ഉപമിച്ചിരിക്കുന്നത് അശ്വത്ഥത്തിനോടാണ്. അശ്വം കുതിരയാണ്, എന്നാൽ അശ്വത്ഥം അരയാലാണ്. അതെന്തുകൊണ്ടാണ് ഈ കുതിരയുടെ പേരുമായി ബന്ധപ്പെട്ട് അരയാലിന് പേര് വന്നത് എന്നാണെങ്കിൽ, കുതിരയുടെ ഒരു സവിശേഷമായ പ്രത്യേകത അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് അരയാൽ വൃക്ഷവും. അതിലെ ഏതെങ്കിലും ഒരു ഭാഗം, നമുക്കറിയാം അതിലെ അരയാലിലകൾ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. അത് മതി, അത്രയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട്, ഏതെങ്കിലും ഒരു ഭാഗം എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കുതിരയുമായി ബന്ധപ്പെട്ട് അശ്വത്ഥം എന്ന പേര് അരയാലിന് വന്നു ചേർന്നത്. ഇനി ഇവിടെ അരയാൽ വൃക്ഷത്തെയാണ് ഉപമിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്തായിരിക്കാം? അരയാൽ വൃക്ഷം ശാസ്ത്രീയമായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കിവിടെ ആധ്യാത്മികമായ പ്രത്യേകതകൾ നോക്കാം. അരയാൽ വൃക്ഷത്തെക്കുറിച്ച് ചൊല്ലാറുള്ള ഒരു ശ്ലോകമുണ്ട്. മൂലതോ ബ്രഹ്മരൂപായാം മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേ നമ എന്ന് പറയാറുണ്ട്. മുകളിൽ സൃഷ്ടിയുടെ ആചാര്യനായിട്ടുള്ള ബ്രഹ്മാവ്, മധ്യത്തിൽ സൃഷ്ടിയുടെ നിലനിൽപ്പ് നടത്തുന്ന മഹാവിഷ്ണു, അവസാനം സംഹാരമൂർത്തിയായ പരമശിവൻ. അപ്പോൾ എന്തുകൊണ്ടാണ് സൃഷ്ടിയെ മുകളിൽ വെച്ചത്? അതുതന്നെയാണ് പ്രത്യേകത, അരയാൽ വൃക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത. അരയാൽ വൃക്ഷത്തിൻ്റെ വേരുകൾ മുകളിൽ നിന്ന് താഴേക്ക് ആണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല അതിന് താഴെ നിന്നുള്ള വേരുകളിൽ നിന്ന് ശാഖകൾ ഉണ്ടായി, ആ ശാഖകളിൽ ഇലകളും ശാഖകളും എല്ലാം തന്നെ താഴേക്കും വളരുന്നതായിരിക്കും.
ഭൂമിയുടെ അടിയിലേക്ക് വേരുകളുണ്ട്, ധാരാളം പ്രദേശത്തേക്ക് വ്യാപിക്കും. അതൊക്കെ നമുക്കറിയാം. അതിൻ്റെ ശാസ്ത്രീയമായ വശം സയൻസ് പഠിക്കുമ്പോൾ നമ്മൾ അതൊക്കെ ഓക്സിജനെ കുറിച്ചും എല്ലാം നമ്മൾ പഠിക്കും. അതിൻ്റെ കാലപ്പഴക്കവും എല്ലാം പഠിക്കും. അങ്ങനെ പ്രത്യേകതകളുണ്ട്. എന്നാൽ ഇവിടെ അതിൻ്റെ ഇലകളും ശാഖകളും വേരുകളും ഒക്കെ തന്നെ ഭൂമിക്ക് അടിയിലേക്കുള്ളതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്കും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മുടെ ശരീരഘടനയുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുകയാണെങ്കിൽ നോക്കൂ, നമ്മുടെ ജനനം അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്രഹ്മാവ് സൃഷ്ടിരൂപം ഇരിക്കുന്നത് എവിടെയാണ്? മുകളിലല്ലേ, താഴേക്കല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ വളർച്ചകൾ സംഭവിക്കുന്നത്. തല, ബ്രെയിൻ എന്ന്, തലച്ചോറ് എന്ന് നമ്മൾ വിളിക്കുന്ന ബ്രെയിനല്ലേ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു. അതിരിക്കുന്നത് അടിയിലല്ലല്ലോ, ഭൂമിക്കടിയിലേക്കല്ലല്ലോ അത് വളരുന്നത്. ഏറ്റവും മുകളിലാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും മുകളിലാണ് ബ്രെയിൻ ഇരിക്കുന്നത്. ആ ബ്രെയിനിൽ നിന്നുള്ള ഓങ്കാരത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്. നാം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അങ്ങനെ അവിടെ ബ്രെയിൻ ഉണ്ടായതിന് ശേഷം നമുക്ക് കർമ്മം ചെയ്യാനുള്ള അറിവ് നേടി, അറിവും സമ്പത്തും ശേഷിയുമെല്ലാം നേടിയിട്ട് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗങ്ങൾ നമുക്ക് പിന്നീട് ശരീരത്തിൻ്റെ താഴെ ഭാഗത്തേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സ്, കൈകൾ, കാലുകൾ, കണ്ണ്, കാത്, ഇങ്ങനെയുള്ള നമ്മുടെ എല്ലാ അവയവങ്ങളും താഴേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവസാനം നാം നശിക്കുന്നു, സംഹാരം സംഭവിക്കുന്നു. ഇത്തരത്തിൽ നോക്കുമ്പോൾ അരയാൽ വൃക്ഷമല്ലാതെ നമ്മുടെ ശരീരത്തോട് യോജിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു വൃക്ഷവും തന്നെ ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ പ്രത്യേകതകളുള്ള അരയാൽ വൃക്ഷവുമായിട്ടാണ് ഉത്തമ പുരുഷനെ ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. വിശദമായിട്ട് പറയുന്നില്ല. പറയാനാണെങ്കിൽ നമുക്ക് ഓരോ ശ്ലോകങ്ങളെയും അല്ലെങ്കിൽ ഇതിൻ്റെ തലക്കെട്ടിനെ പോലും തന്നെ നമുക്ക് ധാരാളമായിട്ട് പറയാനുണ്ട്. ഇനി നമുക്ക് അതിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ 3 ശ്ലോകങ്ങളിലേക്കും കൂടെ ഒന്ന് കടക്കാം. ഒന്നാമത്തെ ശ്ലോകം: ശ്രീ ഭഗവാൻ ഉവാച ഊർധ്വമൂലമധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിദ്. ഭഗവാൻ എന്ത് പറയുന്നു? മുകളിൽ വേരുകളും താഴെ ശാഖകളും ഉള്ളതും നാശമില്ലാത്തതുമായ അരയാലാണ് ഈ പ്രപഞ്ചം. അതിൻ്റെ ഇലകൾ വേദങ്ങളാകുന്നു. ഏതൊരാൾ ഇതിനെ അറിയുന്നുവോ അവൻ വേദത്തെ അറിയുന്നു എന്നാണ് ഒന്നാമത്തെ ശ്ലോകം. ആ വേദങ്ങൾ എന്ന് പറയുന്ന ഇലകൾ, വേദം എന്ന വാക്കിനർത്ഥം അറിവാണ്. അപ്പോൾ നാം എന്ത് നേടിയിരിക്കണം? ശാഖോപശാഖകളായിട്ട് നമ്മൾ അറിവുകൾ നേടിയിരിക്കണം, പലതരത്തിലുള്ള അറിവുകൾ നേടിയിരിക്കണം എന്നുള്ളതിൻ്റെ, നമുക്ക് ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ധാരാളം ഭാഗത്തു നിന്ന് നമുക്ക് അറിവുകൾ നേടാനുണ്ട് എന്നുള്ളത് കാണിക്കുകയാണ്, ചുരുക്കി പറയുകയാണ്. രണ്ടാമത്തെ ശ്ലോകം: അധശ്ചോർധ്വം പ്രസുതാർത്തസ്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാള അധശ്ച മൂലാന്യനുസംതദാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. ഈ സംസാരവൃക്ഷത്തിൻ്റെ ത്രിഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെട്ട് വിഷയങ്ങളാകുന്ന തളിരിലകളോടുകൂടി ശാഖകൾ മുകളിലേക്കും താഴേക്കും വ്യാപിച്ചിരിക്കുന്നു. കർമ്മബന്ധങ്ങളാകുന്ന വേരുകൾ താഴെ മനുഷ്യലോകത്തിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. അതാ പറയുന്നത്, വേരുകൾ താഴേക്ക്, മരത്തിൻ്റെ അടിയിൽ നിന്നുള്ള വേരുകളും മാത്രമല്ല മുകളിൽ നിന്ന് വരുന്ന വേരുകളും താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം മനുഷ്യരുടെ കർമ്മങ്ങളാകുന്നു, ദുഷ്കർമ്മങ്ങളാകുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ശാഖോപശാഖകളായിട്ട് കാണുന്നതെല്ലാം തന്നെ നമ്മുടെ കർമ്മങ്ങളാണ്. നാം എല്ലാ അറിവും നേടിയതിന് ശേഷം ചെയ്യുന്ന കർമ്മങ്ങൾ. ആ കർമ്മങ്ങളിൽ പലരിലും പല രൂപത്തിലായിരിക്കും കർമ്മങ്ങൾ പ്രത്യക്ഷപ്പെടുക. നല്ല കർമ്മങ്ങൾ ഉണ്ടായിരിക്കും, ചീത്ത കർമ്മങ്ങൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം ഇനി എന്തു ചെയ്യണം എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ന രൂപമസ്യേഹ തഥോപലഭ്യതേ നാന്തോന്ന ചാതിർന്ന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. ഇനി ഈ അരയാലിൻ്റെ പൂർണ്ണ രൂപം കാണാൻ കഴിയുന്നില്ല. അതിന് ആദിയും അന്തവും നിലനിൽപ്പുമില്ല. പല രീതിയിൽ വേരുറച്ച അരയാലിനെ വൈരാഗ്യം എന്ന ആയുധം ഉപയോഗിച്ച് വെട്ടിമുറിച്ചു മാറ്റേണ്ടതാണ്. ഇവിടെ പല പല അറിവുകൾ നമുക്കുണ്ട്, പല പല കർമ്മങ്ങൾ നമ്മൾ അതിലൂടെ ചെയ്യുന്നുണ്ട്. ഇതിനെയെല്ലാം തന്നെ നാം നമ്മുടെ വൈരാഗ്യ ബോധത്തോടുകൂടി നമ്മുടെ മനസ്സിനെ വൈരാഗ്യം നിറച്ചുകൊണ്ട് ഇതിനെ വെട്ടിമാറ്റണം എന്നാണ് പറയുന്നത്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം
മറ്റൊരാളോടുള്ള ദേഷ്യം എന്നൊക്കെയാണ്, അയാളോടുള്ള പ്രതികാരം എന്നൊക്കെയാണ് സാധാരണ ഭാഷയിൽ വൈരാഗ്യത്തിനർത്ഥം. ഇവിടെ ആധ്യാത്മിക ഭാഷയിൽ നമ്മുടെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസക്തി കുറയ്ക്കുക, നമ്മുടെ മോഹങ്ങൾ കുറയ്ക്കുക, ആഗ്രഹങ്ങൾ കുറയ്ക്കുക, എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നുമുള്ള വിരക്തി, ആ ഉപേക്ഷിക്കൽ, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തി എടുത്തു കൊണ്ടുവന്നാൽ നമുക്ക് ഈ ശാഖോപശാഖകളായിട്ട് പോയിട്ടുള്ളതിനേക്കാൾ ചുരുക്കി നമ്മുടെ കൈകളിൽ ഒതുക്കാൻ സാധിക്കും, നമ്മുടെ പരിധിക്കുള്ളിൽ ഒതുക്കാൻ സാധിക്കും. അരയാൽ പടർന്ന് പന്തലിച്ചു പോകും. കാരണം ഈ ഭൂമി പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ഭൂമിയിൽ പലതും ഉണ്ട്, നമുക്ക് വേണ്ട കാര്യങ്ങളുണ്ട്, വേണ്ടാത്ത കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം സ്വീകരിച്ച് ബാക്കിയുള്ള ശാഖകളെയെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് അതിനെ നിലനിർത്തുക എന്ന ഉപദേശമാണ് നമുക്കിതിലൂടെ തരുന്നത്. ആദ്യത്തെ 3 ശ്ലോകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുമാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ശ്ലോകങ്ങളിലും അർത്ഥങ്ങൾ ധാരാളം വരുന്നുണ്ട് നമുക്ക് ജീവിതത്തിലേക്ക് പഠിക്കാനായിട്ട്. ഏവർക്കും നമസ്കാരം.